നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഇന്ന് ജനുവരി മാസം 11-ാം തീയതി അമാവാസിയാണ്. വ്യാഴാഴ്ച ദിവസം. നക്ഷത്രം പൂരാടം. ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഇന്നിവിടെ പറയുന്നത് 3 നക്ഷത്ര ജാതകർക്ക് അല്പം മോശ സമയമാണ്. മോശ സമയം എന്ന് പറഞ്ഞാൽ ചന്ദ്രാഷ്ടമമാണ്. ഈ ചന്ദ്രാഷ്ടമ സമയത്ത് ചില നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിക്കാം, ചില ദുഃഖങ്ങൾ ഇവർക്ക് സംഭവിക്കാം, ചില വീഴ്ചകൾ ഇവർക്കുണ്ടായേക്കാം. അതാണ് പറഞ്ഞത് 3 നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ 2-3 ദിനങ്ങൾ അല്പം കരുതലോടെ ഇരിക്കുക ഈ നക്ഷത്ര ജാതകർ. എന്നാൽ 3 നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇവർ എന്ത് വിചാരിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇവർക്ക് നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യമാണ് ഈ 3 നക്ഷത്ര ജാതകർക്ക്. അപ്പോൾ ഇന്ന് ജനുവരി മാസം 11-ാം തീയതി അമാവാസി, വ്യാഴാഴ്ച ദിവസം, നക്ഷത്രം പൂരാടമാണ്. ചില നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണകരമായ സമയം, എന്നാൽ മറ്റു ചില നക്ഷത്ര ജാതകർക്ക് ചന്ദ്രാഷ്ടമം. ഇന്ന് അമാവാസി ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഒരുപാട് നേട്ടത്തിലേക്ക് നമ്മൾ പോകുന്നതായി കാണുവാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്ന് നിറയുന്നതായി കാണുവാൻ സാധിക്കും. വളരെ സിമ്പിളായി നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ കാര്യം. ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. തീർച്ചയായും വലിയ അഭിവൃദ്ധി, വലിയ നേട്ടം, ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും. അതും വളരെ പെട്ടെന്ന്. ഒരു അല്പം വെള്ളമെടുക്കുക, അതൊരു ചില്ല് ഗ്ലാസ്സിൽ പകരുക. അതിനുശേഷം അല്പം ഉപ്പ് ഇടുക, ചെറിയ കല്ലുപ്പോ അതല്ലെങ്കിൽ പൊടിയുപ്പോ ഇടുക. അതിനുശേഷം ഈ ഗ്ലാസ്സിൽ, വെള്ളം നിറച്ചു വെച്ചാക്കുന്ന ഈ ഗ്ലാസ്സിൽ ഒരു നാരങ്ങ എടുത്തിടുക. നാരങ്ങ ഇട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിനരികിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വെച്ചേക്കുക. ഈ നാരങ്ങയും ഉപ്പും വെള്ളവും ചേർത്ത ആ ഗ്ലാസ് അവിടെ വെച്ചിരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. നേട്ടങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായി കാണുവാൻ സാധിക്കും. ഇന്ന് ജനുവരി മാസം 11-ാം തീയതി അമാവാസി. അപ്പോൾ കരുതിയിരിക്കേണ്ടതായ നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകർ അല്പം കരുതി തന്നെ ഇരിക്കണം ഇനിയുള്ള 3 ദിവസങ്ങൾ. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾ എഴുതുന്ന കമൻറ്റിലുള്ള പേരും ജന്മനക്ഷത്രവും ഞാൻ പ്രത്യേകം കുറിച്ചെടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയിലെയും ചൊവ്വാഴ്ചയിലെയും പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയും നടത്താറുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും ധനവരവിനും ഒക്കെ ഇത് ഉപകാരമാകും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അപ്പോൾ ചന്ദ്രാഷ്ടമ സമയത്ത് അല്പം സൂക്ഷിക്കേണ്ടതായ നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് 3 ദിനങ്ങൾ അല്പം ബുദ്ധിമുട്ടേറിയതാണ്. അല്പസ്വല്പ കഷ്ടതകൾ വന്നു ചേരാം. അപ്പോൾ ധനമൊക്കെ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ ഈ നക്ഷത്രജാതകർ അധികം ധനമൊന്നും പോക്കറ്റിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പേഴ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല. അതൊക്കെ നഷ്ടപ്പെടാം. നമ്മൾ അങ്ങോട്ട് വഴക്കിനൊന്നും പോകണ്ട. ചില ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ചന്ദ്രാഷ്ടമ സമയത്ത് ശ്രദ്ധിക്കണം. തീർച്ചയായും അത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ വളരെയേറെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കുക. ആ നക്ഷത്ര ജാതകർ ഇവരാണ് രോഹിണിയും മകീരവും. തിരുവാതിര നക്ഷത്ര ജാതകരും അല്പം കരുതലോടെ ഇരിക്കുന്നത് നന്നായിരിക്കും. നല്ല സമയമല്ല, അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണ് എങ്കിൽ ഈ രോഹിണി നക്ഷത്ര ജാതകർക്കുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ കടന്നു പോകുന്നത്. ഒരു രീതിയിലും ഒരു മാനസികമായ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ജീവിതത്തിൽ ഒരുപാട് ഒക്കെ മാറണം. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരണം. അതിന് ഇവർ ശ്രമിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടോ അത് പലപ്പോഴും ഇവർക്ക് നടക്കാതെ പോകുന്നു.
അത് നടക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ചില വഴിപാടുകളും നേർച്ചകളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾ ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ഈ രോഹിണി നക്ഷത്ര ജാതകരും മകീര നക്ഷത്ര ജാതകരും തിരുവാതിര നക്ഷത്ര ജാതകരും ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് വളരെയേറെ ഗുണം ചെയ്യും ഈ നക്ഷത്ര ജാതകർക്ക്. അപ്പോൾ ഏറ്റവും അധികം ഗുണത്തിലേക്ക് പോകുന്ന നക്ഷത്ര ജാതകരാരാണ്? അത് മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള 7 ദിവസം അഭിവൃദ്ധിയുടേതുമാണ്, നേട്ടത്തിൻ്റെയുമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. വിദേശത്തൊക്കെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകരാണെങ്കിൽ അവിടെ അവരെ ബിസിനസ്സൊക്കെ വളരെയേറെ നേട്ടത്തിലേക്ക് പോകും. അപ്പോൾ വളരെയേറെ വിജയം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. അതായത് നല്ല സമയം. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. ഇവർക്കൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് സാധ്യമാകും. ഈ ഒരു സമയത്ത് അവർ അതിനുവേണ്ടി തയ്യാറെടുത്താൽ തീർച്ചയായും അത് സാധ്യമാകും. അതുപോലെ തന്നെ വീട് വാങ്ങാനോ വസ്തു വാങ്ങാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വരണം എന്നിവർ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത് നടക്കും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഒരു സമയം. ബിസിനസ്സിൽ വളരെ വലിയ വിജയം ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നല്ല വരുമാനം വരും. നല്ല സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയങ്ങളാണ്. നല്ല കാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ. തൊട്ടതെല്ലാം ജയം. ഞാൻ പറഞ്ഞുവല്ലോ, തൊട്ടതെല്ലാം ജയമായിരിക്കും. അപ്പോൾ അതൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും ഇവർ തൊട്ടതെല്ലാം വിജയിക്കുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ. ഇനിയുള്ള ഒരു 7 ദിവസം, ആ 7 ദിവസം ഇവരൊരു ഇൻ്റർവ്യൂവിന് പോയാൽ അത് ജയിക്കും. ഒരു പരീക്ഷയിൽ പോയാൽ ഇവർ ജയിക്കും. ഒരു ജോലിക്കാര്യമായിട്ട് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് ഇവർ പോയാൽ തീർച്ചയായും വലിയ ജയങ്ങൾ ഇവർക്ക് വന്നു ചേരും. രോഹിണിയും മകീരമാണ് അല്പം ശ്രദ്ധിക്കേണ്ട നക്ഷത്ര ജാതകർ. അതുപോലെ തന്നെ തിരുവാതിരയും അല്പം ശ്രദ്ധിക്കുക. അത്ര നല്ല സമയമൊന്നുമല്ല. എന്നാൽ ഏറ്റവും അധികം ഗുണത്തിലേക്ക് പോകുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്ര ജാതകർ തന്നെയാണ്. ഇവർക്ക് വളരെയേറെ ഗുണമായിരിക്കും. ചന്ദ്രാഷ്ടമം ഇവരെ തൊട്ടതെല്ലാം ജയത്തിൽ കൊണ്ടെത്തിക്കും. കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് അനുകൂലമായൊരു വിധി വന്നു ചേരും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. വിദേശ രാജ്യത്തൊക്കെ ദുബായിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവർക്കൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒരു വ്യക്തി ഇവരെ കാണാൻ വരും. ആ വ്യക്തി മുഖാന്തരവും ഇവർക്ക് ഒരുപാട് നല്ല സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങളിലേക്ക് ഇവർ പോകും. അപ്പോൾ അതാണ്, നല്ല വരുമാനം വരും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. നല്ല കാര്യങ്ങൾ നടക്കും. വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന പ്രായപൂർത്തിയായവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. ഏതായാലും ഭാഗ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ വെളിയിൽ പോകുമ്പോൾ അല്പം ശ്രദ്ധയോടുകൂടി ഈ ചന്ദ്രാഷ്ടമമുള്ള നക്ഷത്ര ജാതകർ അല്പം കരുതലോടെ കാത്തിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഇടയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.